നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സെയ്ദ് ഇബ്രാഹിം. ആദ്യം പ്രധാന വാർത്തകൾ. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ കിഴക്കൻ മേഖലയിൽ പര്യടനം തുടരുന്നു. TP വധത്തിൽ RSPക്ക് CPM-ൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുണ്ടായിരുന്നുവെന്ന UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ. ഇടതുപക്ഷത്തിന്റെ കസ്റ്റോഡിയൻ CPM അല്ലെന്നും പ്രേമചന്ദ്രൻ. ടിക്കറ്റ് വിതരണത്തിൽ ക്രമക്കേട്. ഇക്കോ ടൂറിസത്തിന്റെ ഒറ്റക്കൽ മാൻ പാർക്കിലെ ജീവനക്കാരിയെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി. ലൈവ് വാർത്ത ഇംപാക്ട്. കർഷകർ സഹകരിച്ചാൽ ചിതറ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്ന് സംഘം പ്രസിഡന്റ് കണ്ണങ്കോട് സുധാകരൻ. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പിന് അരങ്ങുണർന്നു. കിഴക്കൻ മേഖലയിൽ NK പ്രേമചന്ദ്രൻ പര്യടനം തുടരുകയാണ്. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ കിഴക്കൻ മേഖലയിൽ പര്യടനം തുടരുന്നു. ആര്യങ്കാവിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. UDFിലെ എല്ലാ കക്ഷികളുടെയും നേതാക്കൾ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ഇലക്ഷൻ ഡെസ്ക് തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട്. വെള്ളിയാഴ്ച രാവിലെ 8:45 ആര്യങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങിയാണ് NK പ്രേമചന്ദ്രൻ കിഴക്കൻ മേഖലയിലെ തെരഞ്ഞെടുപ്പ് പര്യടനം തുടങ്ങിയത്. പര്യടനം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് കേരള കോൺഗ്രസ് M ജില്ലാ നേതാവ് തടിക്കാട് ഗോപാലകൃഷ്ണൻ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള തുക കൈമാറി. സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന് ഈ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കുന്നതിനുള്ള ഫണ്ട് കേരള കോൺഗ്രസ് തുടർന്ന് UDF ഘടകകക്ഷി നേതാക്കന്മാർക്കൊപ്പം വോട്ടർമാർക്കിടയിലേക്ക്. തെരുവോരത്ത് നിന്നവർക്കെല്ലാം ഷേക്ക് ഹാൻഡ്, നാട്യങ്ങളില്ലാത്ത പുഞ്ചിരി. നേതാക്കന്മാരുടെ നിർദ്ദേശപ്രകാരം സെന്റ് മേരീസ് ചർച്ചിലേക്ക്, തിരികെ എത്തി വെയിലുമൂക്ക് മുമ്പ് സിൽവർ കളർ ഇന്നോവയിൽ കഴുതുരുട്ടിയിലേക്ക്. അവിടെ നിന്ന് ഡാം ജംഗ്ഷൻ, ഒറ്റക്കൽ, ഉറുകുന്ന, ഇടമൺ എന്നിവിടങ്ങളിലേക്ക് നിർത്താതെയുള്ള ഓട്ടം. ഇതിനിടെ പലയിടത്തും ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകളുടെ ഉദ്ഘാടനം. ഇടനേരത്ത് ഉറുകുന്ന മുഹിയുദ്ദീൻ മസ്ജിദിൽ സന്ദർശനം. ഒരിടത്തും ഒരു നിമിഷം പോലും പാഴാക്കാതെയുള്ള ഓട്ടം. പൊരിവെയിലത്തും സ്ഥാനാർത്ഥി പറന്നു നടന്ന വോട്ടർമാരെ കണ്ടു. നേതാക്കൾ സ്ഥാനാർത്ഥിയുടെ വേഗത്തിനൊപ്പം എത്താൻ പലപ്പോഴും ബുദ്ധിമുട്ടി. ആര്യങ്കാവ്, തെന്മല പഞ്ചായത്തുകളിലെ പര്യടനം പൂർത്തിയായപ്പോൾ സ്ഥാനാർത്ഥിയുടെ പ്രതികരണം ഇങ്ങനെ. വളരെ ആവേശകരമായിട്ടുള്ള പ്രതികരണമാണ് ആര്യങ്കാവ്, തെന്മല പഞ്ചായത്തുകളിൽ നിന്ന് ലഭിച്ചത്. സാധാരണയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം. ഞാനും ഐക്യജനാധിപത്യ മുന്നണിയും സമകാലിക രാഷ്ട്രീയത്തിൽ സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകളും നിലപാട് വ്യതിയാനങ്ങളും സാധൂകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന നിലയിലുള്ള പ്രത്യക്ഷമായ പ്രതിഫലനങ്ങളും പ്രതികരണങ്ങളും ഈ രണ്ട് പഞ്ചായത്തിലെയും പര്യടന പരിപാടിയിൽ നിന്ന് ലഭ്യമായി. നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്. ഈ രണ്ട് പഞ്ചായത്തുകളിലും UDF നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നുള്ള ശുഭാപ്തി പ്രതീക്ഷയാണ്. പുനലൂരിൽ സ്ഥാനാർത്ഥി എത്തിയപ്പോൾ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ആവേശമുണർന്നു. നഗരം നിറഞ്ഞു നടന്ന നേതാക്കളെയും സ്ഥാനാർത്ഥികളെയും കാണാൻ ജനവും തടിച്ചുകൂടി. TB ജംഗ്ഷനിൽ തുടങ്ങി ചെമ്മന്തൂർ വഴി മാർക്കറ്റ് ജംഗ്ഷനിൽ പുനലൂരിലെ പര്യടനം പൂർത്തിയായി. തുടർന്ന് കരവാളൂരിലേക്ക്. കരവാളൂരിൽ ആദ്യം ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം, തുടർന്ന് ഒരു കരിക്കിന്റെ ആശ്വാസം. വീണ്ടും ജനങ്ങൾക്കിടയിൽ. കരവാളൂർ വിടുമ്പോൾ സമയം 1:30. അഞ്ചൽ, കുളത്തുപുഴ, കടക്കൽ, നിലമേൽ, ചടയമംഗലം എന്നിവിടങ്ങളും പിന്നിട്ട് രാത്രി വൈകിയും പര്യടനം തുടരുകയാണ്. ഒരു കുഴപ്പമില്ല, നല്ല തുടക്കം. ആളുകൾ എല്ലാ പാർട്ടി പ്രവർത്തകരും ഈ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ലീഡേഴ്സും
UDFിൻ്റെ ഈ പരിപാടിയോടൊപ്പം ഞങ്ങളോടൊപ്പം ഉണ്ട്. വളരെ ഹാപ്പിയാണ്. എല്ലാവരും എല്ലാ പ്രവർത്തകരും വളരെ സജീവമായിട്ട് 100% ആളുകളും ഈ നീക്കത്തിനെ പൂർണ്ണമായിട്ടും പിന്തുണച്ചുകൊണ്ടുള്ള ഒരു സമയമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തതുപോലെ വളരെ ശക്തമായി ജനങ്ങളെ ഇളകി മറിഞ്ഞിരിക്കുന്നു. ഈ മലയോര മേഖലകളിൽ, അതായത് തെന്മല ആര്യങ്കാവ് പഞ്ചായത്തുകളിൽ റെയിൽവേ പ്രമുഖ നിവാസികളും ഫോറസ്റ്റ് നിവാസികളും മലയോര കൃഷിക്കാരും കുടിയിടപ്പുകാരും അങ്ങനെ ആഗോളമായി തോട്ടം തൊഴിലാളികൾ അടക്കമുള്ളവരുടെ വളരെ ശക്തമായ പ്രതികരണം കഴിഞ്ഞ നിരവധി തെരഞ്ഞെടുപ്പുകളെ ഫേസ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ എനിക്കുണ്ടാവുന്ന അനുഭവം, ഈ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച വിജയം കൊയ്യുന്നതിനാവശ്യമായ ജനപിന്തുണ സഖാവ് പ്രേമേന്ദ്രനും UDFിന്റെ സ്ഥാനാർത്ഥിക്കും ശക്തമായി പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ഇന്നുള്ളത്. ഇതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന ഒരു ചിത്രം. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. TP വധത്തിൽ RSPക്ക് CPMൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുണ്ടായിരുന്നുവെന്ന് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ. ഒറ്റ ദിവസം കൊണ്ട് മലക്കം മറിഞ്ഞു വന്ന LDF വിമർശനത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷത്തിന്റെ കസ്റ്റോഡിയൻ CPM അല്ലെന്നും അദ്ദേഹം ലൈവ് വാർത്തയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞു. LDFിൽ നിൽക്കുമ്പോഴും RSP പ്രതിനിധി എന്ന നിലയിൽ യോജിക്കാനാകാത്ത കാര്യങ്ങളിൽ മൌനം പാലിച്ചിട്ടുണ്ടെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു. അത് എല്ലാ പാർട്ടികളും അവലംബിക്കുന്ന രീതിയാണ്. അത്തരം പരിമിതികൾ ഏത് മുന്നണിയിലായാലും ഉണ്ടാവും. UDFിന്റെ ഭാഗമായാൽ UDF സ്വീകരിക്കുന്ന എല്ലാ നയങ്ങളും ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. പക്ഷേ പരസ്യമായ പ്രതികരണത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. LDFിന്റെയും UDFിന്റെയും സ്ഥിതി അതുതന്നെയാണെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു. ഈ രാഷ്ട്രീയ മാറ്റം അനിവാര്യമായ സംഘടനാ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി RSPയും അതിന്റെ പ്രതിനിധിയായി ഞാൻ നിന്നപ്പോൾ വളരെ അർപ്പണബോധത്തോടും ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടി തന്നെ കാര്യങ്ങൾ വിശകലനം ചെയ്തു ആ നിലപാടുകളുടെ ഭാഗമായി നിലകൊണ്ടു. അന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും പല കാര്യങ്ങളെ സംബന്ധിച്ചും മൗനം അവലംബിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചില വേദികളിൽ മാത്രം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും പ്രതികരിക്കാൻ അന്നും തയ്യാറായിട്ടില്ല. ആ പരിമിതികൾ സ്വാഭാവികമായും UDFിലല്ല ഏത് രാഷ്ട്രീയ മുന്നണിയിലായാലും മുന്നണി സംവിധാനത്തിലായാലും ഉണ്ടാകും. ഇപ്പോൾ നാളെ UDFിൽ ചെന്നാലും UDF സ്വീകരിക്കുന്ന എല്ലാ നയങ്ങളും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അത്തരത്തിലുള്ള നയങ്ങൾ, അഭിപ്രായങ്ങൾ മുന്നണി ചട്ടക്കൂടിന്റെ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് പറയേണ്ട ഫോറങ്ങളിൽ, പറയേണ്ട വേദികളിൽ പറയും. അതിനപ്പുറത്തേക്ക് ഒരു പരസ്യമായിട്ടുള്ള പ്രതികരണത്തിന് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകും. അത് UDFിൽ മാത്രമല്ല LDFിന്റെയും സ്ഥിതി അതാണ്. TP വധത്തിൽ RSPക്ക് CPMൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടായിരുന്നു. പക്ഷേ CPMനെ അധിക്ഷേപിക്കുന്നതിനോ വിലക്കുറച്ച് കാണിക്കുന്നതിനോ തങ്ങൾ ശ്രമിച്ചില്ല. അത് മുന്നണി സംവിധാനത്തിലെ കീഴ്വഴക്കമാണ്. RSP LDFിൽ നിന്ന് ഭിന്നിച്ചത് സീറ്റിന്റെ പേരിലല്ല, കഴിഞ്ഞ 34 വർഷം മുന്നണിയിൽ നിന്നുകൊണ്ട് നേരിട്ട വിവേചനത്തിന്റെ ഭാഗമായാണ്. ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ CPMും ഇത്തരം കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് CPM ചെയ്യുമ്പോൾ പുരോഗമന ജനാധിപത്യ സോഷ്യലിസവും മറ്റുള്ളവർ ചെയ്യുമ്പോൾ പിന്തിരിപ്പൻ നിലപാടുമാവില്ല. LDFിൽ തന്നെ സങ്കീർണമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം TP ചന്ദ്രശേഖരൻ വധ ഉൾപ്പെടെയുള്ള കേസുകളിൽ ഉണ്ടായിരുന്നു. എന്നുവെച്ച് ഞങ്ങൾ CPMനെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ CPMനെ വില കുറച്ച് കാണിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു പ്രതികരണവും ആ കാര്യത്തിൽ നടത്തിയില്ല. അത് മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി രൂപപ്പെടുന്ന നിയാമകമായിട്ടുള്ള ചില ചട്ടങ്ങളാണ്, അല്ലെങ്കിൽ വ്യവസ്ഥകളാണ്, അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങളാണ്. അത് UDFിന്റെ കാര്യത്തിലായാലും തുടരും എന്നുള്ളതിനപ്പുറത്തേക്ക് കേരളത്തിലെ RSP ഘടകം ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ ഇടയായത് കേവലം സീറ്റിന്റെ പേരിലല്ല. കഴിഞ്ഞ 34 വർഷക്കാലമായി മുന്നണി സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് അനുഭവിക്കേണ്ടി വന്ന ഗുരുതരമായിട്ടുള്ള നിഷേധാത്മകമായിട്ടുള്ള നിലപാട്, വിവേചനം ഒന്ന്. പിന്നീട് രാഷ്ട്രീയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഞങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ മാറിയെന്ന് ചോദിച്ചാൽ സംഘടനാ സാഹചര്യം തന്നെ. ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയൂ. ചുവരിടിച്ച് നിലത്തിട്ടതിന് ശേഷം ചിത്രം വരയ്ക്കാൻ ശ്രമിക്കുന്നത് എത്രയോ അപ്രസക്തമായിരിക്കും. മുഴുവൻ വെള്ളവും ഒഴുകിപ്പോയതിനു ശേഷം, വർഷകാലത്ത് വെള്ളം ഒഴുകിപ്പോയതിനു ശേഷം അണകെട്ടാൻ ശ്രമിച്ചാൽ അതിനെന്ത് പ്രാധാന്യമാണുള്ളത്? അതുകൊണ്ട് രാഷ്ട്രീയ അനിവാര്യതയും സംഘടനാപരമായിട്ടുള്ള വെല്ലുവിളികളും നേരിടുന്ന പല ഘട്ടങ്ങളിലും ഞങ്ങൾ മാത്രമല്ല, CPM അടക്കമുള്ള കക്ഷികൾ പലതരത്തിലും വിവിധ തലങ്ങളിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കറിയാം, കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലിൽ വന്ന് സഖാവ് പ്രകാശ് കാരാട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ടഭ്യർത്ഥിച്ചതിന് ശേഷമാണ് തിരുവനന്തപുരത്ത് വന്ന് LDFിന് വേണ്ടി കോൺഗ്രസിനെതിരായി പ്രശ്നിച്ചത്. കേവലം 40-70 കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ മത്സരിച്ചത് കോൺഗ്രസും CPMും തമ്മിൽ സഖ്യത്തിലായിരുന്നു. അന്ന് കൈപ്പത്തിക്കകത്താണ്, നാഗർകോവിലിൽ കൈപ്പത്തിക്കകത്താണ് അരിവാൾ ചുറ്റുക നക്ഷത്രം വരച്ചു വെച്ചത്. അതുപോലെ പഞ്ചാബിൽ ശ്രീമതി സോണിയാഗാന്ധിയുടെ പണം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അന്നത്തെ തെരഞ്ഞെടുപ്പിൽ CPMന്റെ സ്ഥാനാർത്ഥികൾ പഞ്ചാബിൽ മത്സരിച്ചത്. ഇതൊക്കെ CPM ആരുമായി കൂടുന്നോ, ആരുമായി സഹകരിക്കുന്നോ, അതെല്ലാം പുരോഗമന ജനാധിപത്യ സോഷ്യലിസ്റ്റ് ആശയവും
മറ്റുള്ളവർ രാഷ്ട്രീയമായിട്ടുള്ള മറ്റു നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതെല്ലാം പിന്തിരിപ്പിനും പ്രതിലോമകരവും വിരുദ്ധ രാഷ്ട്രീയവും എന്ന നിലപാട്. LDF-ലെ ശക്തമായ സംഘടനാ സംവിധാനമുള്ള പാർട്ടിയാണ് CPM എന്ന് സമ്മതിക്കുന്നു. അതിനർത്ഥം CPM ആണ് ഇടതുപക്ഷത്തിന്റെ കസ്റ്റോഡിയൻ എന്നല്ലെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. CPM അല്ല ഇടതുപക്ഷത്തിന്റെ കസ്റ്റോഡിയൻ. അങ്ങനെയാണ് എന്നുള്ളത് സംഘടനാപരമായി ശക്തമാണ് ഞാൻ നിഷേധിക്കുന്നില്ല. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ പൊതുവായി എടുത്തു കഴിഞ്ഞാൽ ഇടതുപക്ഷം, ഇന്ത്യയിൽ പൊതുവെ എന്ന് പോലും പറയാൻ കഴിയില്ല, കേരളം, ബംഗാൾ, ത്രിപുര എന്നീ 3 സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷ പാർട്ടികളിൽ മുഖ്യമായിട്ടുള്ള ശക്തി, സംഘടനാപരമായിട്ടുള്ള ശേഷി CPM-നാണ്. അതിന്റെ അർത്ഥം CPM ആണ് ഇടതുപക്ഷത്തെ ആകെ പ്രതിനിധീകരിക്കുന്നതെന്ന ധാരണ ശരിയല്ല. അല്ലാതെ ഇടതുപക്ഷ മനസ്സുള്ള ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ രാജ്യത്തുണ്ട്. അവരെന്തുകൊണ്ട് CPM-മായി സഹകരിക്കുന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് CPM ആണ് ആത്മപരിശോധന നടത്തേണ്ടത്. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. സംഘടനാ സംവിധാനത്തിന്റെ മികവ് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നിർണായകമാവില്ലെന്ന് NK പ്രേമചന്ദ്രൻ. ജനാഭിപ്രായമാണ് വലുത്. ജനാഭിപ്രായത്തിനും അപ്പുറത്തേക്ക് പോകുന്നതിന്റെ അപകടമാണ് CPM നേരിടുന്നത്. ലൈവ് വാർത്തയ്ക്ക് പ്രേമചന്ദ്രൻ നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. എതിർവശത്ത് പോളിറ്റ് ബ്യൂറോ അംഗമാണ്. പക്ഷേ ഈ കേരളത്തിലെ ഏറ്റവും ശക്തമായ മത്സരം, എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു മത്സരം നടക്കുന്നത് കൊല്ലത്താണ്. രണ്ട് പാർട്ടികളുടെയും ദേശീയ നേതൃത്വങ്ങളും മുന്നണികളുടെ ദേശീയ നേതൃത്വങ്ങളും എല്ലാം ഉറ്റുനോക്കുന്ന ഒരു മത്സരം. അതുകൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. എങ്ങനെയായിരിക്കും അവരെല്ലാ അടവുകളും പയറ്റും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. എങ്ങനെയായിരിക്കും അങ്ങനെയുള്ള ജീവൻ മരണ പോരാട്ടങ്ങൾ സംഘടനാപരമായ ശേഷിയും മികവും കൊണ്ട് പല സ്ഥലത്തും പരീക്ഷിച്ചത്? നെയ്യാറ്റിങ്കരയിൽ സംഘടനാപരമായിട്ടുള്ള മികവിന് വല്ല കുറവുണ്ടായിരുന്നു. അവരുടെ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘടനാ സംവിധാനം വളരെ ശക്തമായ ഒരു സംഘടനാ സംവിധാനമാണ്. ഇന്ന് സംഘടനാ സംവിധാനത്തിനും അപ്പുറത്തേക്ക് ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു സംഘടനാ സംവിധാനവും ഉണ്ടായിട്ടല്ല 28 സീറ്റ് വാങ്ങി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി, ആം ആദ്മി പാർട്ടി, ഡൽഹി സംസ്ഥാന ഭരണം പിടിച്ചെടുത്തത്. അപ്പൊ സംഘടനാ സംവിധാനത്തിനും അപ്പുറത്തേക്ക് ജനങ്ങൾ രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളെ കാണുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ശരിയാണ്, ഏറ്റവും മെച്ചപ്പെട്ട സംഘടനാ സംവിധാനം ഉപയോഗിച്ച് എനിക്കറിയാം, നെയ്യാറ്റിങ്കര തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ബ്രാഞ്ച് തലത്തിൽ ചുമതല കൊടുത്ത ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക്, CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് ബ്രാഞ്ച് തലം, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ബൂത്ത് തലത്തിൽ ചാർജ് കൊടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ടായി. ജനാഭിലാഷത്തെയും ജനാഭിപ്രായത്തെയും സംഘടനാ സംവിധാനം എന്ന മിഷണറി കൊണ്ട് മാറ്റിമറിക്കാൻ കഴിയില്ല. അത് സമീപകാലത്ത് നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തെളിയിച്ചു കഴിഞ്ഞല്ലോ. നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തെളിയിച്ചു. കൂത്തുപറമ്പ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ സംഘടനാ സംവിധാനത്തിന്റെ പോരായ്മ കൊണ്ടാണോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ 7000 വോട്ടിന് CPM പിന്നിൽ പോയത്? അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ആ സംഘടനാ സംവിധാനത്തെ ഒന്നും ഞങ്ങൾ ഭയക്കുന്നില്ല. ഞങ്ങൾ ജനങ്ങളിൽ വിശ്വസിക്കുന്നു. ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ CPM-ന് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് ജനങ്ങളിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ളത്, ജനങ്ങളാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെയും പ്രസ്ഥാനത്തിന്റെയും പ്രധാനമാണ്. മാസ്റ്റർ ആൻഡ് സെർവന്റ് റിലേഷൻഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ മാസ്റ്റേഴ്സും ലീഡേഴ്സും സർവൻസുമാണ്. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് CPM മാറാത്തടത്തോളം കാലം അതിനുമൊക്കെ അപ്പുറമാണ് പാർട്ടി. ജനങ്ങൾക്കും ജനതാല്പര്യങ്ങൾക്കും അപ്പുറത്തേക്കാണ് പാർട്ടി എന്ന നിലയിലേക്ക് CPM പോകുന്നതിന്റെ വലിയ അപകടങ്ങളാണ് സത്യത്തിൽ ആ പാർട്ടി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സംഘടനാ സംവിധാനത്തെ ഒന്നും ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണി ഭയക്കുന്നില്ല. പിന്നെ ഐക്യജനാധിപത്യ മുന്നണി പഴയ ഐക്യജനാധിപത്യ മുന്നണിയല്ല, പഴയ കോൺഗ്രസ് അല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ഞാൻ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നു. സംഘടനാപരമായി 1119 ബൂത്തുകളിലും ബൂത്ത് കമ്മിറ്റികളും ബൂത്ത് ലെവൽ ഏജൻസും ഇതിനകം തന്നെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലായി കഴിഞ്ഞു. അങ്ങനെ ഒരു സംഘടനാ സംവിധാനം കോൺഗ്രസിനുമുണ്ട്. അപ്പോ ബഹുജന പിന്തുണയും കോൺഗ്രസിന്റെയും UDF-ന്റെയും സംഘടനാ സംവിധാനവും രണ്ടും കൂടി ഒന്നു ചേർന്ന് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടു കൂടി UDF-ന് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയും. ഒരു സംശയവും വേണ്ട. പൊതുവായ വികസനത്തിനൊപ്പം കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തുമെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു. കസ്തൂരി രംഗൻ റിപ്പോർട്ട് RSP നിരാകരിച്ചതാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പരിശോധിക്കണം, നല്ലത് സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കക്ഷി രാഷ്ട്രീയ മുന്നണി രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായി ലോക്സഭാ മണ്ഡലത്തിന്റെ ജില്ലയുടെ സമഗ്രമായ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി വളരെ നിഷ്പക്ഷമായി സത്യസന്ധമായി ആത്മാർത്ഥമായി പ്രവർത്തിക്കും. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അടിസ്ഥാന സൗകര്യ മേഖല വിപുലീകരിക്കുക. ഒരുപാട് വ്യാവസായിക സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയിട്ടുള്ള വ്യാവസായിക സ്ഥാപനങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേകിച്ചു ആ വ്യാവസായിക മേഖലയിൽ ഒരു പുനരുദ്ധാരണത്തിന് വഴിയൊരുക്കാൻ പരിശ്രമിക്കുക. അതുപോലെ തന്നെ നിരവധി അടിസ്ഥാന സൗകര്യ മേഖല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു.
കാർഷിക മേഖല അടക്കമുള്ള നിരവധി മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്ന് തന്നെയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ ശക്തമായി ഞങ്ങൾ എതിർക്കുന്ന പാർട്ടിയാണ് ആർഎസ്പി. കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഒരു അവധാനതയും ആലോചനയും പഠനവും കൂടാതെ ഏകപക്ഷീയമായി ഉണ്ടാക്കിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്നതല്ല, അശാസ്ത്രീയമാണ്. ആ റിപ്പോർട്ട് ഇൻ ടോട്ടോ നിരാകരിക്കണം എന്നുള്ളത് തന്നെയാണ് ആർഎസ്പി സ്വീകരിച്ചിട്ടുള്ള നിലപാട്. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് പരിശോധിക്കണം, നല്ലത് സ്വീകരിക്കണം, ചീത്ത നിരാകരിക്കണം. ഇതാണ് ഞങ്ങളുടെ നിലപാട്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച 2 വകുപ്പുകളാണ് കൃഷി വകുപ്പും ജലവിഭവവും. ഞാൻ ആ കമ്മിറ്റിയുടെ കോ ചെയർമാനായിരുന്നു. ശ്രീ KP രാജേന്ദ്രൻ അതിൻ്റെ ചെയർമാനുമായിരുന്നു. 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഫലപ്രദമായി നടപ്പാക്കാൻ അന്നത്തെ LDF ഗവൺമെന്റിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സ്വയം വിമർശനത്തോടുകൂടി ഞാൻ ഉൾക്കൊള്ളുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ കോൺക്രീറ്റൈസ് ആയിട്ടുള്ള ആക്ഷൻ, ശക്തമായ നിലയിലുള്ള നടപടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലാണ് ഞാൻ സൂചിപ്പിച്ചത് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ കേരളത്തിൽ പ്രധാനപ്പെട്ട നേതൃത്വം കൊടുക്കുന്ന ശ്രീ VM സുധീരൻ അടക്കമുള്ളവർ, ശ്രീ VD സതീശനെ പോലെയുള്ളവർ, ശ്രീ TN പ്രതാപനെ പോലെയുള്ളവർ, അങ്ങനെയുള്ളവർ 2 വിഭാഗത്തിലുമുണ്ട്. അത്തരം ജനപ്രതിനിധികളുടെയും ജനനേതാക്കളുടെയും സംയുക്ത പരിശ്രമത്തിലൂടെ ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ പരിശ്രമിക്കും. അതുണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജലവിഭവ സ്രോതസ്സുകൾ എന്നേക്കുമായി നഷ്ടപ്പെടുകയും കുടിവെള്ളം കിട്ടാക്കനിയായി മാറുന്ന ഒരു നാടായി കേരളം മാറുകയും ചെയ്യുന്ന അതിഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കേരളം മാറും. അതിനെതിരായിട്ടുള്ള ക്യാമ്പയിനും പ്രവർത്തനവും നടപ്പാക്കുന്നതിൽ തീർച്ചയായും മുന്തിയ പരിഗണന നൽകിക്കൊണ്ട് രാഷ്ട്രീയമായി തന്നെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇനിയും തുടർന്നും മുന്നോട്ട് പോകും. ടിക്കറ്റ് വിതരണത്തിൽ ക്രമക്കേട്. ഇക്കോ ടൂറിസത്തിന്റെ ഒറ്റക്കൽ മാൻ പാർക്കിലെ ജീവനക്കാരിയെ ഡ്യൂട്ടിയിൽ നിന്നും മാറ്റി നിർത്തി. സഞ്ചാരികൾക്ക് വിതരണം ചെയ്ത ടിക്കറ്റുകൾ തിരികെ വാങ്ങി വീണ്ടും വിതരണം ചെയ്തതിനെ തുടർന്നാണ് നടപടി. മാൻ പാർക്ക് വേണ്ട രീതിയിൽ പരിപാലിക്കപ്പെടുന്നില്ല എന്ന ആക്ഷേപത്തിന് പിന്നാലെയാണ് താൽക്കാലിക ജീവനക്കാരി ക്രമക്കേട് നടത്തുന്നതായി കണ്ടെത്തിയത്. ഇവരെ മാറ്റി നിർത്തിയതിനു പകരം ഇക്കോ ടൂറിസത്തിലെ ഒരാളെയാണ് ഇവിടെ പുതുതായി നിയമിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാൻ പാർക്ക് സന്ദർശിക്കാനെത്തിയ സംഘത്തിന് വിതരണം ചെയ്ത ടിക്കറ്റ് സന്ദർശന ശേഷം തിരികെ വാങ്ങി മറ്റു സന്ദർശകർക്ക് നൽകിയെന്നതാണ് ജീവനക്കാരിക്ക് നേരെ ഉയർന്ന പരാതി. ഇതിനു മുമ്പും ഇത്തരത്തിൽ പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റക്കൽ മാൻ പാർക്കിലേക്കുള്ള പ്രവേശന ടിക്കറ്റ് ഇനി മുതൽ ഡാം ജംഗ്ഷനിലുള്ള ഇക്കോ ടൂറിസം ഓഫീസിൽ വിതരണം ചെയ്യാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകാനാണ് വൈൽഡ് ലൈഫ് അധികൃതരുടെ തീരുമാനം. ഇതോടൊപ്പം പാർക്കിലെ മാനുകൾക്ക് ഭക്ഷണവും വെള്ളവും നൽകുന്നതിലും ജീവനക്കാർ വീഴ്ച വരുത്തുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്. വേനൽ കടുത്ത സാഹചര്യത്തിൽ മാനുകൾക്ക് വെള്ളം എത്തിക്കുന്നതിൽ ജീവനക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ മാനുകൾക്ക് വെള്ളം നൽകിയിരുന്ന ടാങ്കിലേക്കുള്ള പൈപ്പ് പൊട്ടിയതാണ് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ദിവസവും 14 കിലോ പയറും 28 കിലോഗ്രാം പെല്ലറ്റുമാണ് മാനുകൾക്ക് ഭക്ഷണമായി നൽകേണ്ടത്. ഇതോടൊപ്പം വെള്ളവും എത്തിക്കണമെന്നിരിക്കെയാണ് ജീവനക്കാരുടെ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. അവധിക്കാലം എത്തുന്നതോടെ കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന സാഹചര്യത്തിൽ മാൻ പാർക്കിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്ന് ആവശ്യമുയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. കുളത്തൂപ്പുഴ നെടുവന്നൂർ കടവിലെ സർക്കാർ ഭൂമിയിൽ കയ്യേറ്റം തുടരുന്നു. നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥർ കൂട്ടാക്കുന്നില്ല. കല്ലട ജലസേചന പദ്ധതിയുടെ ഭൂമിയിലാണ് അനധികൃത കയ്യേറ്റം പുരോഗമിക്കുന്നത്. കുളത്തൂപ്പുഴ നെടുവന്നൂർ കടവിലെ കല്ലട ഇറിഗേഷൻ വകുപ്പിന്റെ ഭൂമിയാണ് സ്വകാര്യ വ്യക്തി കയ്യേറി വൻതോതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ചെറിയ രീതിയിലുള്ള കൃഷിയുടെ മറവിലാണ് ഏക്കർ കണക്കിന് കയ്യേറ്റങ്ങൾ നടക്കുന്നത്. JCB ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോഴും അധികൃതർ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. നാളുകളായി ഇത്തരം കയ്യേറ്റങ്ങൾ തുടരുമ്പോഴും നിയമ നടപടി സ്വീകരിക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്നും ശ്രമങ്ങൾ നടന്നിട്ടുമില്ല. സർക്കാർ ഭൂമി ആർക്കും ഏതു സമയത്തും വെട്ടിപ്പിടിക്കാമെന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കർഷകർ സഹകരിച്ചാൽ ചിതറ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്ന് സംഘം പ്രസിഡന്റ് കണ്ണങ്കോട് സുധാകരൻ. അർഹതപ്പെട്ട കർഷകർക്ക് പെൻഷൻ മുടങ്ങിയ സംഭവം ലൈവ് വാർത്തയിലൂടെ പുറത്തുവന്നതിനെ തുടർന്നാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത്. അർഹരായ ക്ഷീരകർഷകർക്ക് വർഷങ്ങളായി പെൻഷൻ ലഭിക്കുന്നില്ലെന്ന വാർത്ത കഴിഞ്ഞ ദിവസം ലൈവ് വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് ചിതറ ക്ഷീരസംഘം പ്രസിഡന്റ് കണ്ണങ്കോട് സുധാകരൻ പ്രതികരിച്ചത്. ഇടക്കാലത്ത് സംഭവിച്ച സാമ്പത്തിക മാന്ദ്യം കാരണം അംശാദായം അടയ്ക്കാൻ കഴിയാതെ വന്നു. ഇത് കുടിശ്ശിക വരുത്താൻ കാരണമായി എന്നും സുധാകരൻ പറഞ്ഞു. ഇടക്കാലത്ത് വെച്ച് സംഘത്തിന്റെ പ്രവർത്തനത്തിൽ കുറച്ച് മാന്ദ്യത സംഭവിച്ചപ്പോൾ കൃത്യമായി നമ്മുടെ കോൺട്രിബ്യൂഷൻ ചിതറ മിൽസൊസൈറ്റിയുടെ കോൺട്രിബ്യൂഷൻ
അടയ്ക്കാൻ കഴിയാതെ. അപ്പോൾ അടയ്ക്കാൻ കഴിയാതെ വന്ന സമയത്ത് ക്ഷേമനിധി ബോർഡിൽ നിന്ന് അവർക്ക് അർഹമായിട്ടുള്ള പെൻഷൻ കിട്ടിയിട്ടില്ല. ഇപ്പം ഏതാണ്ട് 2 വർഷക്കാലം കൊണ്ട് നിരന്തരമായി ഈ കർഷകരുടെ പെൻഷൻ തുക ക്ഷേമനിധി ബോർഡിൽ അടച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും കുടിശ്ശിക നിലവാരം കടക്കുന്നത് കൊണ്ട് ക്ഷേമനിധി ബോർഡിൽ നിന്നിട്ട് അംഗങ്ങൾക്ക് പെൻഷൻ കൊടുക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത്. കുടിശ്ശിക തീർക്കാതെ പെൻഷൻ നൽകാൻ കഴിയില്ല എന്ന് ക്ഷേമനിധി ബോർഡ് നിലപാട് സ്വീകരിച്ചതാണ് പെൻഷൻ മുടങ്ങാൻ ഇടയാക്കിയത്. ബന്ധപ്പെട്ട അധികൃതരുമായി ചർച്ച നടത്തിയ ശേഷം കർഷകരുടെ യോഗം വിളിച്ചിരുന്നു. ഈ യോഗത്തിൽ വെച്ച് അംശാദായ കുടിശ്ശിക തീർക്കാൻ കർഷകരുടെ സഹായവും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് കർഷകർ നിരസിച്ചു. 40,000 രൂപയോളം അംശാദായ കുടിശ്ശിക ഇപ്പോൾ നിലവിലുണ്ട്. ഇത് അടച്ചു തീർത്താൽ കർഷകർക്ക് മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ തുക 14,000 രൂപ വീതം ലഭിക്കും. തുടർന്ന് പെൻഷൻ വിതരണത്തിൽ തടസ്സമില്ലാതെ മുന്നോട്ടു പോകാനും സാധിക്കും. സംഘത്തിൽ പെൻഷന് അർഹരായ ചില കർഷകർ മറ്റു സംഘങ്ങളിലും കടകളിലും പാൽ നൽകുന്നത് സംഘത്തിന്റെ നടത്തിപ്പിനെ കാര്യമായി ബാധിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബന്ധപ്പെട്ട ചെയർമാനെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഡയറക്ടറെല്ലാം കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് നേരിൽ കണ്ട് മുഖ്യ നിലവാരമെല്ലാം കൂട്ടി ഈ പെൻഷൻ അർഹരായിട്ടുള്ള എല്ലാ ആളുകളെയും സംഘത്തിൽ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ വിളിച്ചുകൂട്ടി അവരുടെ അഭിപ്രായങ്ങൾ ആരായുണ്ടായി. അപ്പം നിങ്ങൾ വ്യക്തമായി നിങ്ങളൊരു കോൺട്രിബ്യൂഷൻ എടുക്കണം എന്നുള്ളൊരു വാചകം ഞാൻ അവരോട് പറഞ്ഞില്ലെങ്കിലും അവരൊക്കെ കൂടി 12,000 രൂപയോളം എടുത്താൽ 12,000-13,000 രൂപയോളം പെൻഷൻ കുടിശ്ശിക അവരെ കയ്യിൽ ലഭിക്കുക മാത്രമല്ല തുടർന്ന് എല്ലാ മാസങ്ങളിലും കിട്ടത്തക്ക ഒരു സംവിധാനമാണ് ക്ഷേമനിധി ബോർഡും ഡിപ്പാർട്ട്മെന്റുമായി ആലോചിച്ച്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പത്തനാപുരത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുന്ന പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് തുടക്കമായി. ജനമൈത്രി പോലീസും ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. പത്തനാപുരം ടൌണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനും അമിത ചാർജ് ഈടാക്കുന്നത് തടയുന്നതിനുമായാണ് അംഗീകൃത ഓട്ടോ ഡ്രൈവർമാർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകാൻ തീരുമാനിച്ചത്. ആദ്യഘട്ട തിരിച്ചറിയൽ കാർഡ് വിതരണത്തിൽ പത്തനാപുരത്ത് സർവീസ് നടത്തുന്ന മുഴുവൻ ഓട്ടോറിക്ഷകൾക്കും സ്റ്റാൻഡ് പെർമിറ്റും തിരിച്ചറിയൽ കാർഡും നൽകാൻ കഴിഞ്ഞിരുന്നില്ല. സ്റ്റാൻഡ് പെർമിറ്റും ഐഡന്റിറ്റി കാർഡും ഇല്ലാത്തവർ ടൌണിൽ ഓടുന്നതിനെ ചൊല്ലി മിക്കപ്പോഴും ഡ്രൈവർമാർ തമ്മിൽ വാക്കുതർക്കങ്ങളും സംഘർഷങ്ങളും പതിവായിരുന്നു. ഇതിനെ തുടർന്ന് പത്തനാപുരം ടൌണിന്റെ വിവിധ ഭാഗങ്ങളിലും പള്ളിമുക്കിലും കല്ലും കടവിലുമായി സ്റ്റാൻഡ് അനുവദിച്ച് മുഴുവൻ അംഗീകൃത ഡ്രൈവർമാർക്കും തിരിച്ചറിയൽ കാർഡ് നൽകുന്നതിന് തീരുമാനിക്കുകയായിരുന്നു. ഐഡന്റിറ്റി കാർഡ് ഇല്ലാത്തവർക്കെതിരെയും ടൌണിൽ കറങ്ങി ഓട്ടം നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജനമൈത്രി CRO വസന്തകുമാർ മുന്നറിയിപ്പ് നൽകി. ആദ്യഘട്ടത്തിൽ നമ്മൾ 295 പേർക്ക് ഓട്ടോറിക്ഷ കൊടുത്ത് അതിന് സ്ട്രിക്റ്റായിട്ട് നടപടിയെടുത്ത സമയത്ത് ബാക്കിയുള്ള ഓട്ടോറിക്ഷക്കാർ ഇത് എടുക്കാത്തതിന്റെ പേരിൽ അവർ പരാതിപ്പെട്ടു. അതിനെ തുടർന്ന് 2 പ്രാവശ്യം 2ാമത്തെ ഘട്ടം ഓട്ടോറിക്ഷ ഇത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കൊടുത്ത് കംപ്ലീറ്റ് അപ്പോഴത്തേന് നമ്മുടെ റെക്കോർഡുള്ള കംപ്ലീറ്റ് പേരുടെ ഓട്ടോറിക്ഷ പൂർത്തീകരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 1-ാം തീയതി തൊട്ട് ഇതിന്റെ പത്തനാപുരത്ത് കറങ്ങി കൊടുക്കുന്ന അതിപ്പോൾ ഈ ബാഡ്ജ് കൊടുത്ത ആട്ടോ ആയാലും എല്ലാവരും സ്റ്റാൻഡിൽ കിടന്ന് ഓടാത്ത എല്ലാ ഓട്ടോറിക്ഷകളുടെയും പേരിൽ തിരിച്ചെടുത്തുകൊണ്ട് കോടതി നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി അറിയിച്ചു. പത്തനാപുരം മേഖലയിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് ജോലിയെടുപ്പിക്കുന്ന തൊഴിലുടമകൾ മാർച്ച് 31 മുൻപായി തൊഴിലാളികളുടെ വിശദ വിവരങ്ങൾ പത്തനാപുരം പോലീസിന് കൈമാറണമെന്ന് ജനമൈത്രി പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം ഗാന്ധി ഭവനിൽ ജീവകാരുണ്യ സംഗമവും CD പ്രകാശനവും സംഘടിപ്പിച്ചു. യജ്ഞാചാര്യൻ സ്വാമി ഉദിത് ചൈതന്യ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഹൃദയത്തിൽ ഈശ്വരനെ കാത്തുസൂക്ഷിക്കുന്നവരാണ് യഥാർത്ഥ ഈശ്വരവിശ്വാസികളെന്ന് സ്വാമി ഉദിത് ചൈതന്യ പറഞ്ഞു. ജീവകാരുണ്യ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്നേഹവും ചിരിയും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന സ്വാമിജിയെ വേണ്ടുന്നത് ആദരിച്ച സ്നേഹമല്ലായ ശ്രീ ജയപ്രകാശന്റെ ആദരവോടെ മനസ്സ് ഈശ്വര സ്മരണയിൽ മുഴുകി ആ സ്നേഹമുള്ളവർക്ക് അവരുടെ ജീവിതം സ്നേഹസമ്പന്നം. ഇന്ന് സ്വാമി വിവേകാനന്ദന്റെ പേരിൽ ഒരു CD വിളക്കുകയാണ്. വിവേകാനന്ദ ദർശനങ്ങൾ യുവതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനായി പ്രമുഖ കാഥികൻ മഞ്ചള്ളൂർ ശ്രീകുമാർ തയ്യാറാക്കിയ കഥാദർശനം വീഡിയോ DVDയുടെ പ്രകാശനം പുനലൂർ സോമരാജന് നൽകി സ്വാമി ഉദിത് ചൈതന്യ നിർവഹിച്ചു. മാനേജർ വിജയൻ അമ്പാടി, അഡ്വക്കേറ്റ് സോമരാജൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ശിവദാസൻ പിള്ള, പിടവൂർ സതീശൻ, അശോക് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തൊളിക്കോട് സർക്കാർ LP സ്കൂളിന്റെ 58ാമത് വാർഷികം ആഘോഷിച്ചു. പുനലൂർ നഗരസഭാ അധ്യക്ഷ രാധാമണി വിജയാനന്ദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വെള്ളിയാഴ്ച വൈകിട്ട് 3 സ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു ചടങ്ങ്. പുനലൂർ നഗരസഭാ അധ്യക്ഷ രാധാമണി വിജയാനന്ദ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു.
സൗജന്യവും നിർബന്ധിതവും സാർവത്രികവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. 2013 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നു. ഇപ്പോൾ പഴയതുപോലെയൊന്നുമില്ല. കുട്ടികളെ ഒരു ക്ലാസ്സിൽ നിന്ന് നമുക്ക് പുറത്താക്കാൻ പാടില്ല, കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കുട്ടികളെ നമ്മൾ ഏതെങ്കിലും കാരണത്താൽ ശിക്ഷിക്കുകയോ 1 മുതൽ 8 വരെയുള്ള സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് പൊതുപരീക്ഷ പാടില്ല. ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് എപ്പോഴും ട്രാൻസ്ഫർ വാങ്ങി പോകാം. അതിന് ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ല. അത് ഒരു കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് അവന് ഏത് ക്ലാസ്സിലും ചേർന്ന് പഠിക്കാം. ഇങ്ങനെ വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളിൽ കുറെ വന്നിട്ടുണ്ട്. വാർഡ് കൌൺസിലർ എസ് സരോജത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ എൻ സുരേന്ദ്രൻ മുഖ്യ സന്ദേശം നൽകി. നഗരസഭാ ഉപാധ്യക്ഷൻ എസ് ബിജു സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. നമ്മുടെ സ്കൂളില് സ്റ്റാഫ് സെക്രട്ടറി സി എ ഷേർലി റിപ്പോർട്ട് അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് വി രാജൻപിള്ള, വാർഡ് കൌൺസിലർമാരായ ജിജി കെ ബാബു, ലക്ഷ്മി GS, രജനി, പ്രഥമാധ്യാപകൻ KG ഏബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കമുകഞ്ചേരി തിരുവിളങ്ങോലപ്പൻ ക്ഷേത്രത്തിലെ ആയില്യം തിരുനാൾ ഉത്സവം സമാപിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന വർണ്ണാഭമായ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ അണിനിരന്നു. വാദ്യമേളങ്ങൾ, കെട്ടുകുതിരകൾ, പൂക്കാവടി, പീലിക്കാവടി, താലപ്പൊലിയേന്തിയ ബാലികമാർ, വിവിധ ഫ്ലോട്ടുകൾ തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് മിഴിവേകി. ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ശിവശങ്കര ക്ഷേത്രത്തിലെത്തി പ്രത്യേക പൂജകൾക്ക് ശേഷം കമുകഞ്ചേരി സ്കൂൾ ജംഗ്ഷൻ വഴി റൈസ് മിൽ ജംഗ്ഷൻ ചുറ്റി തിരികെ ക്ഷേത്രാങ്കണത്തിൽ എത്തി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ കിഴക്കൻ മേഖലയിൽ പര്യടനം തുടരുന്നു. TP വധത്തിൽ RSPക്ക് CPMൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുണ്ടായിരുന്നുവെന്ന UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ. ഇടതുപക്ഷത്തിന്റെ കസ്റ്റോഡിയൻ CPM അല്ലെന്നും പ്രേമചന്ദ്രൻ. ടിക്കറ്റ് വിതരണത്തിൽ ക്രമക്കേട്, ഇക്കോ ടൂറിസത്തിന്റെ ഒറ്റക്കൽ മാൻ പാർക്കിലെ ജീവനക്കാരിയെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി. ലൈവ് വാർത്ത ഇംപാക്ട്. കർഷകർ സഹകരിച്ചാൽ ചിതറ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്ന് സംഘം പ്രസിഡന്റ് കണ്ണങ്കോട് സുധാകരൻ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും വെബ്സൈറ്റ് www.livevartha.com സന്ദർശിക്കുക. നമസ്കാരം.